ഈ സമുദായത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് 2 മനുഷ്യർ വന്നത്. അവരുടെ പേര് ഞാൻ പറയണ്ടായല്ലോ. ദുശാസനനും ശകുനിയും വന്നു. അതോടുകൂടി ഈ സമുദായത്തിൻ്റെ അധപ്പതനം ആരംഭിച്ചു. വ്യക്തിത്വമില്ലാത്തവൻ, സംസ്കാരമില്ലാത്തവൻ, ആഠ്യത്വമില്ലാത്തവൻ, സമുദായ സ്നേഹമില്ലാത്തവൻ ഒരു കസേരയിലെത്തിയാൽ എന്തെല്ലാം അധപ്പതനം ഒരു സമുദായത്തിനുണ്ടാകും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം 1 സെൻറ്റ് സ്ഥലം പോലും വിറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുക്കളെയും NSSൽ നിയമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ചു മിടുക്കരായി. ഒരു മകൻ മരിച്ചുപോയി, മറ്റൊരു മകൻ ഡോക്ടറായിട്ട് പോയി. അവരാരും NSSൽ നിയമനം തേടി ചെല്ലുന്ന ആളുകളെ തെറി പറഞ്ഞിട്ടില്ല. ആളുകളെ മാന്യമായി സ്വീകരിച്ചിരുത്തിയ ഒരു പാരമ്പര്യവും കുലീനത്വവും ആഠ്യത്വവുമായിരുന്നു കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമ്പത്ത് അങ്ങോട്ട് NSSന് കൊടുത്ത പാരമ്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അല്ലാതെ അഡ്മിഷനും അപ്പോയിൻമെൻറ്റിനും കാശ് വാങ്ങിച്ച് കമ്മീഷൻ പറ്റി കീശയിലിടുന്ന നീചജന്മങ്ങളായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. എൻ്റെ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വിഷയം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഇഷ്ടപ്പെടണം എന്നില്ല. എങ്കിലും ഒരു കാലഘട്ടത്തിൽ കേരളം കടന്നുപോയ ചില വസ്തുതകളെക്കുറിച്ച്, കേരള രാഷ്ട്രീയം കടന്നുപോയ ചില സംഭവങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാനും ഒരു വലിയ വ്യക്തിത്വത്തെ ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റാരുമല്ല, ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം 1995 ഡിസംബർ 19 അന്തരിച്ചു. ഇന്ന് 30 വർഷം കഴിയുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, സാമുദായിക നേതാവും രാഷ്ട്രീയ നേതാവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. 30 വർഷം ആയി അദ്ദേഹം മരിച്ചിട്ട്. 30 വർഷം കഴിഞ്ഞിട്ടും എന്നെപ്പോലെയുള്ള ചില ആളുകളുടെ മനസ്സിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള ഇന്നും ജീവിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഞങ്ങളിലൊക്കെ ചെലുത്താൻ കഴിഞ്ഞ വ്യക്തിപരമായ സ്വാധീനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ വ്യക്തിത്വമാണ്. ഒരു മനുഷ്യനെ നമ്മൾ ഓർത്തിരിക്കുന്നത് ആ മനുഷ്യൻ സമൂഹത്തിന് ചെയ്ത, തൻ്റെ സമുദായത്തിന് ചെയ്ത മഹത്തായ സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശ്രീ ആർ ശങ്കറായാലും ശരി, ശ്രീ കുമാരനാശാനായാലും ശരി, SNDP യോഗത്തിനെ നയിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശന് മുമ്പുണ്ടായിരുന്ന വ്യക്തിത്വങ്ങളെ പലരെയും നമ്മൾ ഓർക്കുന്നത് അവർ പൊതുസമൂഹത്തിന് കൂടി ചെയ്ത സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം സമുദായത്തെ അവർ സേവിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം പൊതുസമൂഹത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാര്യം, ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്, NSSുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ടാണ്. അദ്ദേഹം അഭിഭാഷകനായി, നല്ല തിരക്കുള്ളൊരു അഭിഭാഷകനായി കഴിയുമ്പോഴാണ് അന്തരിച്ചു പോയ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ കിടങ്ങൂരിനെ കാണുന്നതും അദ്ദേഹത്തെ നേരെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. 1967 ശ്രീ മന്നത്ത് പത്മനാഭൻ തന്നെയാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. 1983 വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. അവസാനം സിംഗപ്പൂർ ഹൈക്കമ്മീഷനായിട്ട് പോകുമ്പോഴാണ് അദ്ദേഹം ആ സ്ഥാനം ഉപേക്ഷിച്ച് പോയത്. പലരും അന്ന് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം ഈ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ പദവി എടുത്തു പോയതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ, വളരെ വ്യക്തിപരമായി അടുത്ത് പെരുമാറാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ സിംഗപ്പൂരിലേക്ക് പോകുന്നതിനെ എതിർത്തപ്പോൾ അദ്ദേഹം വളരെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ ചില ഓപ്പറേഷൻസ് വേണ്ടി വന്നേക്കാം, ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സമയം നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, ആരോഗ്യം വീണ്ടെടുക്കാതെ ഈ രംഗത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. സാറ് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്, ഈ സാഹചര്യത്തിലെ സമുദായത്തെ വിട്ടു പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ അന്ന് എന്നോട് പറഞ്ഞു, ഗോകുമാരെ, രണ്ടറ്റവും എരിയുന്നൊരു മെഴുകുതിരിയെ പോലെയാണ് ഞാനിപ്പം നിൽക്കുന്നത്. സാധാരണ മെഴുകുതിരി ഒരറ്റം എരിയുന്നുള്ളൂ, അതായിരുന്നെങ്കിൽ സാരമില്ല, ഇത് രണ്ടറ്റം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കുറച്ചു കാലത്തെ വിശ്രമം അനിവാര്യമാണ്. ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന് ഞാൻ ജോലി ചെയ്യുമ്പോഴത്തൊരു വിശ്രമത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അത് അത്രമാത്രം ആളുകൾക്ക് ഈ യാഥാർത്ഥ്യം അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം സിംഗപ്പൂർ ഹൈക്കമ്മീഷനായിട്ട് കിട്ടിയപ്പോൾ സമുദായത്തിനെ മറന്നു പോയി എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്.
അതിനോടൊക്കെ നിശബ്ദമായിട്ട് വിമർശനങ്ങൾ പറയുന്നവരുടെ ആ പറച്ചിൽ നമ്മൾ കേൾക്കാറ് മാത്രമേ ഉള്ളൂ. പക്ഷെ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള NSS വിട്ടുപോകാൻ കാരണം അദ്ദേഹം ഹൈക്കമ്മീഷനായിട്ട് ഉന്നത പദവി തേടി പോയതല്ല, മറിച്ച് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇത് വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 1995 മരിച്ചുപോയ 30 വർഷം മുമ്പ് മരിച്ചുപോയ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ മരണ ദിവസം ഇന്നലെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള കാലഘട്ടത്തെക്കുറിച്ച് അവർ അനുസ്മരിച്ചു. ആ കാലഘട്ടത്തിലെ നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച്, രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച്, കിടങ്ങൂരിൻ്റെ കുലീനതയെക്കുറിച്ച്, ആഠ്യത്വത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഒക്കെ ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ സംസാരിക്കുകയുണ്ടായി. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം സമുദായ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. NSSൻ്റെ കോളേജുകളൊക്കെ കൃത്യമായി അദ്ദേഹം മോണിറ്റർ ചെയ്യുമായിരുന്നു. അപ്പം കോളേജുകളൊക്കെ നല്ല വൃത്തിയായിട്ട് സംരക്ഷിക്കും, സ്കൂളുകൾ നന്നായിട്ട് സംരക്ഷിക്കും, അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം എഡ്യൂക്കേഷൻ സെക്രട്ടറിയിലൂടെ കൃത്യമായിട്ട് അദ്ദേഹം മോണിറ്റർ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ എസ്റ്റേറ്റുകൾ 1977 ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ പൊന്നസഭയിൽ ഒരു അംഗമായി ചെല്ലുന്നത്. MA ഒക്കെ പാസ്സായി നിൽക്കുന്ന ഒരു കാലഘട്ടം. വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് ചെന്നത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പൊന്നസഭാ അംഗങ്ങൾക്ക് ബസ്സുമൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാ എസ്റ്റേറ്റുകളും കൊണ്ട് കാണിക്കുമായിരുന്നു. NSSൻ്റെ എല്ലാ സ്ഥാപനങ്ങളും കൊണ്ട് കാണിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ NSSൻ്റെ പൊന്നസഭാ യോഗം നടക്കുന്നത് 3 ദിവസമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ് NSS ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ബജറ്റിൻ്റെ ഓരോ വകുപ്പും, പൊതുമരാമത്തായാലും ശരി, ആരോഗ്യമായാലും ശരി, വിദ്യാഭ്യാസമായാലും ശരി, ഓരോ വകുപ്പും വേർതിരിച്ചെടുത്ത് വളരെ വിശദമായ ചർച്ചകളുണ്ടാകും. ഈ ചർച്ചകളിലൊക്കെ പലപ്പോഴും പലരെ NSS ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കും, NSSൻ്റെ ജനറൽ സെക്രട്ടറിയെയും പലരും വിമർശിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് കടുത്ത രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ ആളുകൾക്കുള്ള വിമർശനങ്ങൾക്കുള്ള കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ മറുപടിക്കാണ് കാത്തിരിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ മറുപടിയിൽ ഈ വിമർശനങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയും. അത് വളരെ മനോഹരമായ ഭാഷയിൽ അസാധാരണമായ വിധത്തിലാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്നത്. വിമർശനം ഉന്നയിച്ചവരൊക്കെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തോടുകൂടി അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കും. ചിലർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കും. അങ്ങനെയാണ് ഈ ചർച്ചകൾ, NSSൻ്റെ ബജറ്റ് യോഗങ്ങൾ അവസാനിക്കാറുള്ളത്. ബജറ്റ് യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ചില പ്രസംഗങ്ങളിൽ ഞാൻ NSSൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ NSSൻ്റെ ചില സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളെയൊക്കെ അതിനിശിതമായിട്ട് തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം ബജറ്റ് യോഗം ഒന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമോ പിരിയുമ്പോൾ അദ്ദേഹത്തിനെ പുറത്ത് കാണുമ്പോൾ എൻ്റെ അടുത്ത് തോളെ തട്ടിക്കൊണ്ട് പറയും, തൻ്റെ പ്രസംഗം നന്നായിരുന്നു, ഇതുപോലെ നല്ല പഠിച്ച് വേണം പ്രസംഗിക്കാൻ, ഇങ്ങനെ വേണം ചെയ്യാൻ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന UDFൻ്റെ സ്ഥാപകന്മാരിൽ ഒരാൾ എന്ന് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിഞ്ഞൂടാ. അന്ന് ശ്രീ K. കരുണാകരനും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും കൂടെ ചേർന്നാണ് UDF ഇന്ന് കാണുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സ്ഥാപിച്ചത് ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. അന്ന് NSSൻ്റെ പ്രതിനിധിയായിരുന്ന നിലയിൽ പ്രൊഫസർ നീലകണ്ഠൻ നായർ UDFൻ്റെ കൺവീനറായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. NSSൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നായർ സർവീസ് സൊസൈറ്റി ആവശ്യമില്ലാതെ വന്ന ഒരു കാലഘട്ടം. ഇത് ജന്മിമാരുടെ സമുദായമാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് തൻ്റെ സമുദായത്തിന് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ വാങ്ങിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബോധ്യം NSSൻ്റെ പ്രതിനിധിസഭയെ അറിയിച്ചു. ആ പ്രതിനിധിസഭയിൽ വെച്ചും അദ്ദേഹം പറഞ്ഞത്, ഈ പ്രതിനിധിസഭയെ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ഇതിലുള്ള അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം, പക്ഷേ നായർ സമുദായത്തിന് അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു രാഷ്ട്രീയം വേണം എന്നാഗ്രഹിക്കുന്നവരുടെ യോഗമാണ് ഞങ്ങൾ കൂടുന്നത്. മറ്റ് പാർട്ടികളിൽ നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കുക, ആത്മാർത്ഥമായിട്ട് നിങ്ങളവിടെ പ്രവർത്തിക്കുക, അതിനകത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് സ്ഥാനങ്ങളിൽ എത്തുക, അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത്ര വിശാലഹൃദയമായിരുന്നു ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം സ്ഥാപിച്ച നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും ഒരു ലെഫ്റ്റനൻ്റായിട്ട് നിന്ന ഒരാളുണ്ടായിരുന്നു, ആറന്മുള കേശവൻ നായർ എന്ന് പറയുന്നത്. നല്ല അസാധാരണ കഴിവുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് എല്ലാവരുടെയും സർവ്വസമ്മതത്തോടു കൂടിയാണ് NDP സ്ഥാപിച്ചത്. NDPയുടെ പ്രവർത്തനം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു അസാരസ്യവും ഉണ്ടാകാതെ അവർക്ക് ഇഷ്ടംപോലെ വിമർശിക്കാം. NSSനെ വിമർശിക്കാം, NDPയെ വിമർശിക്കാം,
NDP വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയായി NSS ഒരു സമുദായ സംഘടനയുമായി അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. 8 സ്ഥലങ്ങളിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച് 6 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണയ്ക്ക് കഴിഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആലപ്പുഴയിൽ KP രാമചന്ദ്രൻ നായർ മത്സരിച്ചത് പ്രഗത്ഭനായ PK വാസുദേവൻ നായരുമായിട്ടാണ്. ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ് ആലപ്പുഴ. അവിടെ PK വാസുദേവൻ നായരെ തോൽപ്പിച്ചുകൊണ്ടാണ് KP രാമചന്ദ്രൻ നായർ എന്ന NDP പ്രതിനിധി സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ NDP ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. NDPയും SRPയും പിന്നെ UDFിലെ ഘടക കക്ഷികളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കോർപ്പറേഷനുകളെ NDP കിട്ടിയപ്പോൾ അതിലൊരു കോർപ്പറേഷൻ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ കൊടുത്തത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു അഭിഭാഷകനായിരുന്നു. പത്തനാപുരത്ത് അദ്ദേഹം NDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെയായിരുന്നു. അപ്പോൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണയുടെ ദീർഘവീക്ഷണമാണ് നമ്മൾ കാണേണ്ടത്. ജാതിക്കും മതത്തിനൊക്കെ അതീതമായി അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കൻ പര്യടനം പൂർത്തിയായി തിരിച്ച് കേരളത്തിലെത്തിയ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവായിക്ക് ഒരു സ്വീകരണം കോട്ടയത്തെ പൊതുസമൂഹം നൽകുകയുണ്ടായി. ആ യോഗത്തിൽ പങ്കെടുത്തത് ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, അതുപോലെ തന്നെ ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ KM മാണി, അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി, ഇവരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ യോഗമാണ്. മാമൻ മാപ്പിള ഹാള് നിറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക ബാവ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ, ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസി, ഒരു സമ്മാനം, അല്പം വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഈ സമ്മാനം എനിക്ക് ഇത് കൈവച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, അത് വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ്. അതുകൊണ്ട് ഞാൻ അർഹനായ ഇതിലിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ആകാംക്ഷ മുറ്റി നിൽക്കുന്ന രീതിയിലാണ് തിരുമേനി അത് അവിടെ പ്രസൻറ്റ് ചെയ്തത്. ഇത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ വേദിയിൽ പിന്നെ ഇരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാണ്. ഇത് ഉമ്മൻചാണ്ടി എപ്പോഴും ഏത് ആവശ്യത്തിനും വിളിപ്പുറത്തുള്ള ഒരാളാണ്. മറ്റൊന്നാണെങ്കിൽ KM മാണി സാറാണ്. മാണി സാറാണെങ്കിൽ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളാണെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുന്നതാണ്. ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് പൊരുതുന്ന ആവശ്യങ്ങൾക്ക് അദ്ദേഹം കൂടെ നിൽക്കുന്ന ആളാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുമാണ് മാണി സാറ്. അദ്ദേഹത്തിന് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നൊന്ന് R ബാലകൃഷ്ണപിള്ളയാണ്. R ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ബാലകൃഷ്ണപിള്ളയല്ല ഈ ഇരിക്കുന്നത്, ബാലൻ. ഞാൻ ബാലൻ എന്നാണ് ബാലകൃഷ്ണപിള്ളയെ വിളിക്കുന്നത്. ഒരിക്കലും ബാലകൃഷ്ണപിള്ളയെ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിൽ ഈ സമ്മാനം ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ആവർത്തിച്ച് ആലോചിച്ചു. എന്തായാലും ശരി, ഈ സമ്മാനം ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്കൊക്കെ ബഹുമാനിക്കുന്ന, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളാരും ഒരു അഭിപ്രായ വ്യത്യാസവും പറയാത്ത ഒരു വ്യക്തിക്കാണ് ഞാൻ ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റാർക്കുമല്ല, NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്കാണ് എന്ന് പറഞ്ഞപ്പോൾ മാമൻ മാപ്പിള ഹാളിൽ ഉയർന്ന കരഘോഷം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ആ തിരുമേനിക്ക്, ഓർത്തഡോക്സ് സഭ തിരുമേനി അത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. പാണക്കാട് തങ്ങളുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ആളാണ് ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. CH മുഹമ്മദ് കോയയും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നടന്ന നായർ സമ്മേളനത്തിൻ്റെ കുറിച്ച് CH പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അർഹിക്കുന്ന മറുപടി അദ്ദേഹം കൊടുത്തു എങ്കിലും പക്ഷേ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന വ്യക്തിപരമായ സ്നേഹം, നല്ല വ്യക്തിപരമായ ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട്, എല്ലാ രാഷ്ട്രീയ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയായി നല്ല ഉറച്ച സൗഹൃദം പുലർത്തിയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ ആഠ്യത്വം കൊണ്ട്, സംസാരത്തിലെ മാന്യത കൊണ്ട്, അതുപോലെ തന്നെ ഹൃദയത്തിലെ ഉറഞ്ഞു നിൽക്കുന്ന ആ സംസ്കാരം കൊണ്ട് അസാധാരണമായ ഒരു വ്യക്തിത്വമായിരുന്നു. ആ കാലഘട്ടത്തിലെ നായർ സർവീസ് സൊസൈറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് സ്ഥാനമുണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ മെമ്പർ സ്ഥാനമുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ അർഹമായ സ്ഥാനമുണ്ടായിരുന്നു. മന്ത്രി ഉണ്ടായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ മരിക്കുന്ന കാലഘട്ടം വരെ NDPക്ക് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന സമയത്തൊക്കെ ഇവരെല്ലാവരുമായിട്ട്, എല്ലാ ആളുകളുമായി നല്ല ബന്ധം പുലർത്താനും അതേസമയം തൻ്റെ സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നതിനും അദ്ദേഹം ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാലഘട്ടത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് അനാഥരായ ബാലന്മാരെ
കൊണ്ട് താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള ബാലമന്ദിരങ്ങളുണ്ടായിരുന്നു. ധാരാളം വർക്കിംഗ് മെൻസ് ഹോസ്റ്റലുകളുണ്ടായിരുന്നു. അതെല്ലാം ഉപരിയായിട്ട് NSSൻ്റെ പ്രതിനിധിസഭ എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രതിനിധിസഭയിലെത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ സീനിയറായുള്ള ആളുകളാണ്. എല്ലാവരും വളരെ മാന്യന്മാരായ ആളാണ്. എല്ലാവരും നല്ല ആഭിജാത്യമുള്ള ആളുകളാണ്. ചർച്ചകളിലൊക്കെ നല്ല സജീവമായി പങ്കെടുക്കുന്ന ആളുകളാണ്. തനിക്ക് തോന്നുന്ന കാര്യം, തനിക്ക് തോന്നുന്ന വിമർശനം നിർഭയം പറയുന്ന ഒരു പ്രതിനിധിസഭയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. NSSൻ്റെ ഡയറക്ട് ബോർഡിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പ്രഗത്ഭമതികളായിരുന്നു. തിരുവനന്തപുരത്ത് യൂണിയൻ പ്രസിഡൻ്റായിരുന്ന RP നായർ, ആറ്റിങ്ങലേക്ക് വന്നാൽ ആറ്റിങ്ങൽ ജനാർദ്ദനൻ പിള്ള, കൊല്ലത്ത് വന്നാൽ കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പൊയ്രക്കട ഗംഗാധരൻ പിള്ള വളരെ പ്രശസ്തനായ ബിസിനസ്സുകാരനാണ്. പത്തനംതിട്ടയിലേക്ക് പോയാൽ മക്കപ്പുഴ വാസുദേവൻ പിള്ള, അതുപോലെ തന്നെ തിരുവല്ലയിലേക്ക് ചെന്നാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന TN ഉപേന്ദ്രനാഥക്കുറുപ്പ്, ചങ്ങനാശ്ശേരിയിലേക്ക് പോയാൽ മുൻ മന്ത്രിയായിരുന്ന N ഭാസ്കരൻ നായർ, അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലേക്ക് പോയാൽ പ്രമുഖ മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ വ്യവസായികളിൽ ഒരാളായിരുന്ന അരമത്തുമടം ജനാർദ്ദനൻ പിള്ള. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, അതെല്ലാം പ്രഗത്ഭമതികളുടെ ഒരു നിരയാണ്. അപ്പോൾ ഒരു ഡയറക്ട് ബോർഡ് യോഗം കഴിഞ്ഞ് ഇവരെല്ലാം ഇറങ്ങി വരുമ്പോൾ ആ മുറ്റം നിറയെ കാറുകളാണ്. അവരെല്ലാം പൊതുസമൂഹം അംഗീകരിക്കുന്ന ആളുകളായിരുന്നു. ഇതൊക്കെ ഞാനിന്ന് പറയുന്നത് ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ചൊന്ന് ആലോചിക്കാനാണ്. ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പിള്ള NSS ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചത് കളത്തിൽ വേലായുധൻ നായരോടൊപ്പം. വളരെ പ്രഗത്ഭനായ അഭിഭാഷകനാണ് കളത്തിൽ വേലായുധൻ നായർ. മക്കപ്പുഴ വാസുദേവൻ പിള്ളയോടൊപ്പം, പനമ്പള്ളി രാഘവമേനോന്, അഡ്വക്കേറ്റ് ശിവശങ്കരപിള്ള, ഇവരൊക്കെ വളരെ വളരെ പ്രമുഖരായ നേതാക്കന്മാരായിരുന്നു. അവരെല്ലാം ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊണ്ടുപോയ ഏറ്റവും പ്രത്യേകതയുള്ള ഒരാൾ ശ്രീ R ബാലകൃഷ്ണപിള്ള സാറായിരുന്നു. ബാലകൃഷ്ണപിള്ള സാർ അവിടെ വരും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറയും. എല്ലാവർക്കും അറിയാം, വെട്ടി തുറന്ന അഭിപ്രായം പറയുന്ന ആളാണ് R ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അകത്തും പറയും, പുറത്തും പറയും. പുറത്തുനിന്നും അദ്ദേഹം വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഒരു അസ്വാരസ്യം ഉണ്ടായില്ല. അദ്ദേഹം ബാലകൃഷ്ണപിള്ള സാറിനെയും ചേർത്ത് പിടിച്ചു, അദ്ദേഹത്തെയും ഡയറക്ട് ബോർഡിൽ ഇരുത്തി. ഡയറക്ട് ബോർഡിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാറുണ്ടെങ്കിലും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും R ബാലകൃഷ്ണപിള്ള സാറുമായിട്ടും നല്ല വ്യക്തിപരമായ ബന്ധം പുലർത്താൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ വിമർശിക്കുന്നവരെന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ ചൂളാതെ അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് താൻ ചെയ്ത കർത്തവ്യം, താൻ ചെയ്ത കാര്യം, താൻ എടുത്ത നടപടി എത്രമാത്രം ശരിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഒപ്പം സമുദായത്തിനെ ബോധ്യപ്പെടുത്താനും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഇന്നും എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഓർത്തിരിക്കാനുള്ള കാര്യം. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നവർക്ക് കാല് തൊട്ട് വണങ്ങത്തക്ക വിധത്തിൽ കാല് നീട്ടി വെച്ചിരുന്നില്ല. അദ്ദേഹത്തെ ചെല്ലുന്നവർ കാല് തൊട്ട് വന്നിക്കണമെന്ന് നിർബന്ധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ആദ്യം പറയുന്നത് ഇരിക്കാനാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ NSSൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് തോർത്ത് അരയിൽ ചുറ്റി റാൻ മൂളി നിൽക്കുന്ന നാണംകെട്ട ജന്മങ്ങളോട് ഇത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു കാലഘട്ടം നായർ സർവീസ് സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. ആണുങ്ങൾക്ക് ചെന്നാൽ അവരെ തിരിച്ചറിയാൻ, അവരെ ഇരുത്താൻ സന്മനസ്സുള്ള ഒരു ജനറൽ സെക്രട്ടറി NSSനുണ്ടായിരുന്നു. ആഠ്യത്വമുള്ള ഒരു ജനറൽ സെക്രട്ടറി NSSനുണ്ടായിരുന്നു. സംസ്കാരമുള്ള ഒരു ജനറൽ സെക്രട്ടറി NSSനുണ്ടായിരുന്നു. അന്ന് 300 അടിമകളായിരുന്നില്ല ഞാൻ ചെല്ലുമ്പോഴാണ് പ്രതിനിധിസഭയിലുണ്ടായിരുന്നത്. ആത്മാഭിമാനവും അന്തസ്സും കുലീനത്വമുള്ള ആണുങ്ങളായിരുന്നു ആ 300 പേര് അവിടെ ഉണ്ടായിരുന്നത്. ഡയറക്ട് ബോർഡിലായിരുന്നെങ്കിൽ വെറും അടിമകളായിരുന്നില്ല. തൊഴിക്കും തോറും തൊഴുകയും തൊഴുന്തോറും തൊഴിക്കുകയും ചെയ്യുന്ന ഇന്ന് കാണുന്ന ഈ അടിമകളെ പോലെ, വ്യക്തിത്വമില്ലാത്ത ആണത്തമില്ലാത്തവരെ പോലെ ആളുകളായിരുന്നില്ല. ഞാനീ പറഞ്ഞവരൊക്കെ അവരുടെ മേഖലകളിൽ പ്രശസ്തരായിരുന്നു. അവർ അതർവൈസ് മറ്റ് കാര്യങ്ങളിൽ NSSൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലല്ല, അല്ലാതെ തന്നെ പൊതുസമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അവർക്ക് സമുദായ സേവനം വരുമാനമാർഗമായിരുന്നില്ല. സമുദായത്തിൻ്റെ ചെലവിൽ കാർ വാങ്ങിച്ച വാഹനം ഉപയോഗിച്ച് കല്യാണത്തിന് പോകുന്ന ആളുകളായിരുന്നില്ല അവർ. അവർക്കൊക്കെ സ്വന്തമായ വാഹനങ്ങളുണ്ടായിരുന്ന ആളുകളാണ്. അവർ സമ്പന്നന്മാരായിരുന്നു. അതുപോലെ തന്നെ സമ്പത്ത് അങ്ങോട്ട് NSSന് കൊടുത്ത പാരമ്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അല്ലാതെ അഡ്മിഷനും അപ്പോയിൻമെൻറ്റിനും കാശ് വാങ്ങിച്ച് കമ്മീഷൻ പറ്റി കീശയിലിടുന്ന നീചജന്മങ്ങളായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. ഇന്നതൊക്കെ ഞാൻ പറയാൻ കാരണം 30 വർഷം കഴിഞ്ഞു NSS ജനറൽ സെക്രട്ടറി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള മരിച്ചിട്ട്. 1983 കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പോയപ്പോഴാണ് ഒരു കാർമേഘത്തുണ്ട് പോലെ ഈ സമുദായത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് 2 മനുഷ്യർ വന്നത്. അവരുടെ പേര് ഞാൻ പറയണ്ടായല്ലോ. ദുശാസനനും ശകുനിയും വന്നു. അതോടുകൂടി ഈ സമുദായത്തിൻ്റെ അധപ്പതനം ആരംഭിച്ചു. ഇന്ന് ഇന്ന് ഈ ഘട്ടത്തിൽ NSSൻ്റെ ഏറ്റവും വർണ്ണശബളമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ എനിക്ക് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞത്. 1983 കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അധപ്പതനം തുടങ്ങിയപ്പോൾ പിൻസീറ്റിലിരുന്ന് ഇന്നത്തെ ജനറൽ സെക്രട്ടറി പണിക്കരെന്ന് പറയുന്ന ദുർബലനായ ജനറൽ സെക്രട്ടറിയെ കവച്ചു വെച്ച് നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ
ഈ സമുദായത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഈ സമുദായം അതിൻ്റെ അധപ്പതനത്തിൻ്റെ ഏറ്റവും പടുകുഴിയിൽ വീണിരിക്കുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ NS ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചേർത്തല NSS കോളേജിന് ചുറ്റും ഇഷ്ടംപോലെ സിലിക്ക മണലുണ്ടായിരുന്നു. അന്ന് എക്സൽ ഗ്ലാസ് ഫാക്ടറിയും ഉണ്ടായിരുന്നു. അത് മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പണം ഉണ്ടാക്കാമായിരുന്നു. അദ്ദേഹം 1 സെൻറ്റ് സ്ഥലം പോലും വിറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുക്കളെയും NSSൽ നിയമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ചു മിടുക്കരായി. ഒരു മകൻ മരിച്ചുപോയി, മറ്റൊരു മകൻ ഡോക്ടറായിട്ട് പോയി. അവരാരും NSSൽ നിയമനം തേടി വന്നിട്ടില്ല. ഒരു ബന്ധുവിനെയും അത് NSSൽ നിയമിച്ചിട്ടില്ല. ചെല്ലുന്ന ആളുകളെ തെറി പറഞ്ഞിട്ടില്ല. ആളുകളെ മാന്യമായി സ്വീകരിച്ചിരുത്തിയ ഒരു പാരമ്പര്യവും കുലീനത്വവും ആഠ്യത്വവുമായിരുന്നു കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. 30 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനെ ഇന്നും എന്നെപ്പോലുള്ള ആളുകൾ അനുസ്മരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു. വ്യക്തിത്വമില്ലാത്തവൻ, സംസ്കാരമില്ലാത്തവൻ, ആഠ്യത്വമില്ലാത്തവൻ, സമുദായ സ്നേഹമില്ലാത്തവൻ ഒരു കസേരയിലെത്തിയാൽ എന്തെല്ലാം അധപ്പതനം ഒരു സമുദായത്തിനുണ്ടാകും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ശരി, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ വിലപ്പെട്ട ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ, തികച്ചും എൻ്റെ ചില അനുഭവം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.